എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഡാറ്റ അനാലിസിസ് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് റിഗ്രഷൻ ലൈൻസ് ആയ y ഓൺ എക്സും എക്സ് ഓൺ വൈയും എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം y ഓൺ എക്സ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ y ഓൺ എക്സിൻ്റെ ഇക്വേഷൻ y ഓൺ എക്സ് ആണ്. അപ്പോൾ y ഓൺ എക്സിന് നമ്മൾ എടുത്തിരിക്കുന്ന ഇക്വേഷൻ്റെ മോഡൽ എന്ന് പറയുന്നത് y ഈക്വൽ ടു ax പ്ലസ് ബി എന്ന ഫോമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡാറ്റയിൽ പോവുക, ഡാറ്റ അനാലിസിസ്, അതിൽ റിഗ്രഷൻ, നമ്മുടെ അനാലിസിസ് ടൂൾസിൽ റിഗ്രഷൻ സെലക്ട് ചെയ്യുക, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് ഇവിടെ ഇൻപുട്ട് റേഞ്ച് ഔട്ട്പുട്ട് റേഞ്ച് കൊടുക്കേണ്ടതാണ്. നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഇൻപുട്ട് വൈ റേഞ്ച്, വൈയുടെ വാല്യൂസ്. വൈ ഓൺ എക്സ് ആണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇൻപുട്ട് റേഞ്ച് വൈയുടെ പൊസിഷനിൽ വൈയുടെ വാല്യൂസ് ലേബൽ ഉൾപ്പെടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇൻപുട്ട് എക്സ് റേഞ്ചിൽ എക്സ് വാല്യൂസ് ലേബൽ ഉൾപ്പെടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ലേബൽസ്, ഇവിടെ ലേബൽസ് വേണ്ടതുകൊണ്ട് ലേബൽസ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഔട്ട്പുട്ട് റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് എവിടെയാണോ റിസൾട്ട് വേണ്ടത് അതാണ് ഔട്ട്പുട്ട് റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ഔട്ട്പുട്ട് റേഞ്ച് ഇവിടെ സെലക്ട് ചെയ്തു. നമുക്ക് മറ്റു വാല്യൂസ്, റെസിഡ്യൂൾസ്, നോർമൽ പ്രോബബിലിറ്റി ഒക്കെ വേണ്ട, അതിനൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ വാല്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സമ്മറി ഔട്ട്പുട്ട് ആണ്. അതിനകത്ത് നമുക്ക് വേണ്ട ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് പ്ലസ് ബി ആയതുകൊണ്ട് ഇപ്പം എയുടെ കോയിഫിഷ്യൻ നമ്മളിവിടെ കണ്ടത് താഴെ ഒരു ടേബിളിൽ കോയിഫിഷ്യന്റ്, സ്റ്റാൻഡേർഡ് എറർ, ടി സ്റ്റാറ്റിക് ഇങ്ങനെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതിൽ കോയിഫിഷ്യന്റ് എന്നുള്ളതിൽ എക്സിന്റെ വാല്യൂ, എക്സിന് നേരെയുള്ള വാല്യൂ, അതാണ് എയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം എ ഈക്വൽ ടു നമുക്ക് എടുക്കാം 0.196 എന്ന് എടുക്കാം. 196,443 ആണ്. ഇനി ഇന്റർസെപ്റ്റ് വാല്യൂ, അതിനെയാണ് ബി എന്ന് പറയുന്നത്. നമ്മുടെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 63.97586. നമുക്ക് ഇക്വേഷൻ ഫിറ്റ് ചെയ്യാൻ y ഈക്വൽ ടു ax, a എന്ന് പറയുന്നത് പോയിന്റ് ആണ്, 0.196,443. നമുക്ക് ഇക്വേഷൻ y ഈക്വൽ ടു 0.196,443x പ്ലസ് 63.97586. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സിന്റെ. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇക്വേഷൻ എക്സ് ഓൺ വൈയുടെ അത് വേണം. അപ്പോൾ എക്സ് ഓൺ വൈയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എക്സ് ഈക്വൽ ടു CY പ്ലസ് ഡി എന്ന മോഡലാണ് നമ്മുടെ ഇക്വേഷൻ. ഇക്വേഷൻ എക്സ് ഓൺ വൈ. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റയിൽ പോവുക, ഡാറ്റ അനാലിസിസ് സെലക്ട് ചെയ്യുക, റിഗ്രഷൻ ഓക്കെ കൊടുക്കുക, സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. ഇനി നമ്മുടെ ഇൻപുട്ട് റേഞ്ചും ഇൻപുട്ട് റേഞ്ച് വൈയുടെ വാല്യൂവിൻ്റെ എക്സ് വാല്യൂ. നമുക്കിവിടെ എക്സ് ഓൺ വൈ ആയതുകൊണ്ട് ഇൻപുട്ട് വൈ റേഞ്ച് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്തു. എക്സ് ഓൺ വൈ ആയതുകൊണ്ട് ഇൻപുട്ട് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ ലേബൽ ഉൾപ്പെടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻപുട്ട് എക്സ് റേഞ്ച് എന്ന് പറയുമ്പോൾ വൈയുടെ വാല്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുക, ലേബൽ ഉൾപ്പെടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ലേബൽസ് ടിക്ക് ചെയ്യുക, ലേബൽസ് ടിക്ക് അല്ലെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഔട്ട്പുട്ട് റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ വേണം നമുക്ക് റിസൾട്ട് എന്നുള്ളതിന് ഔട്ട്പുട്ട് റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് റേഞ്ച് നമുക്ക് ഇവിടേക്ക് കൊടുക്കാം. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ സമ്മറി ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ y ഇന്റർസെപ്റ്റ് വാല്യൂ ഉണ്ട്. ഇന്റർസെപ്റ്റ് വാല്യൂ തന്നിട്ടുണ്ട്, വൈയുടെ വാല്യൂ കിട്ടുന്നുണ്ട്, കോയിഫിഷ്യന്റിന് താഴേക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. എക്സ് ഈക്വൽ ടു
അപ്പോൾ ഇവിടെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.572 ആണ്. 0.5721 എന്ന് പറയുന്നത് സിയുടെ വാല്യൂ, CY പ്ലസ് ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 22.24828 ആണ്. അപ്പോൾ നമ്മൾ കോഎഫിഷ്യന്റിലെ ഇന്റർസെപ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഡിയുടെ വാല്യൂവും അതേപോലെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് വൈക്ക് നേരെയുള്ള വാല്യൂ. ഇങ്ങനെയാണ് നമ്മൾ എക്സ് ഓൺ വൈയുടെ റിഗ്രഷൻ ലൈൻ ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.